എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ഈ ഓണത്തിൻ്റെ തുടിപ്പും അതിൻ്റെ ത്രസിപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണക്കാലഘട്ടത്തിൽ നടക്കുന്ന ജനകീയമായ കലാവിരുന്നുകളാണ്. ഓണംകളികൾ ഒരു വശത്ത് നടക്കുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ജനകീയ കലാവിരുന്ന് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈകൊട്ടിക്കളി മത്സരമാണ്. വനിതകളുടെ കൈകൊട്ടിക്കളി മത്സരം, അതുപോലെ ഓണംകളി മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, സ്ത്രീകൾ, കുടുംബങ്ങൾ ഒക്കെ വന്നിരുന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കലാരൂപമായിട്ട് മാറിയിട്ടുണ്ട്. ഏറ്റവും ജനകീയമായിട്ടുള്ള കലാരൂപമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഈസ്റ്റ് കുറ്റിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ മനോഹരമായ പന്തലിട്ടിട്ടുണ്ട്. എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന ചേട്ടന്മാർ അവർ ലക്ഷ്യ പുരുഷ സഹായ സംഘം എന്ന് പറയുന്ന ഒരു ഗണത്തിൻ്റെ ഭാരവാഹികളാണ്. എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന ചേട്ടന്മാർ ഇവർ സ്വാഭാവികമായിട്ടും ഈ ഓണക്കാലത്തെ ഏറ്റവും കൂടുതൽ ഒരു ചലനാത്മകമാക്കാൻ വേണ്ടി ഈ ഇത്തരത്തിലുള്ള കലാവിരുന്നുകൾ ഇവിടെ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ഒരുക്കാറുണ്ട്. 3 വർഷമായി ഓണംകളി മത്സരമാണ് സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ചാലക്കുടി നിയോജകമണ്ഡലത്തിൻ്റെ അതിർത്തിയിൽ, ചാലക്കുടി ദേശത്തിൽ ഇത്രയും വലിയൊരു കൈകൊട്ടിക്കളി മത്സരം നടക്കുന്നില്ല. എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 ടീം മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു ഗംഭീര കൈകൊട്ടിക്കളി മത്സരമാണ്. ശനിയാഴ്ച ഏകദേശം ഉച്ച കഴിഞ്ഞ് തുടങ്ങി ഒരു 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ഗംഭീര കലാവിരുന്ന്. കൈകൊട്ടിക്കളി മത്സരം കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. അത് ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷവും നമുക്കൊന്ന് ഡാൻസ് ചെയ്യാൻ തോന്നും. അപ്പോൾ അങ്ങനത്തെ ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്ന ഈ ഓണക്കാലഘട്ടത്തിലെ ഈ ചാലക്കുടി ദേശത്തെ ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്ന കൈകൊട്ടിക്കളി മത്സരമാണ് ശനിയാഴ്ച നടക്കാൻ പോകുന്നത്. തീർന്നില്ല, ഞായറാഴ്ച 3 യമണ്ടൻ ടീമുകളുടെ, വനിതാ ടീമുകളുടെ ഓണക്കളി മത്സരം നടക്കുകയാണ്. അപ്പോൾ ലക്ഷ്യ പുരുഷ സംഘത്തിൻ്റെ ഭാരവാഹികളാണ് നമ്മുടെ പറയി നിൽക്കുന്നത്. ഏകദേശം ഇതിൻ്റെ അവസാനപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. പാതിരാവരൊക്കെ ഈ സ്റ്റേജിൻ്റെയും പന്തലിൻ്റെ ഒക്കെ പണികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും ഈ ചേട്ടന്മാരോട് നമുക്ക് ചോദിച്ചറിയാം, എന്താണ് ഇവിടെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തിയായോ? ഈ കൈകൊട്ടിക്കളി മത്സരത്തിൻ്റെ, ഓണംകളി മത്സരത്തിൻ്റെയും കാര്യങ്ങളെ പറ്റി നമുക്കോട് ചോദിച്ചറിയാം. നമ്മൾ ലക്ഷ്യ പുരുഷ സംഘം തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു 4 വർഷമായി. നമ്മളൊരു 3-മൂന്നാമത്തെ ഗ്രാമോത്സവം നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളിപ്പോൾ 3 ടീമിൻ്റെ 4 ടീമിൻ്റെ ഓണംകളി, ഇപ്പോൾ ആദ്യത്തെ വർഷം തന്നെ നമ്മൾ 6 ടീമുകൾ മത്സരിച്ച പ്രോഗ്രാമായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം നമ്മൾ 4 ടീമിൻ്റെ മത്സരങ്ങൾ, ഇപ്പോൾ നമ്മുടെ വനിതകളുടെ തന്നെ ഓണംകളി മത്സരമായിരുന്നു 4 ടീമുകളുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അത് ഈ ഭാഗത്തും ചാലക്കുടിക്ക് ഇപ്പം 4 ടീമുകൾ മത്സരിക്കുന്ന ഒരു വേദി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മൾ മുന്നിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കാൻ നമുക്ക് ഓണംകളിയേക്കാളും കുറച്ച് ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു കലാരൂപം പോലെ സംഭവമാണ് വീരനാട്യം കൈകൊട്ടിക്കളി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഫേമസ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് പലരുണ്ട്. അത് വീരനാട്യം കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഇറങ്ങിയിരിക്കുന്നത് ഈ കൈകൊട്ടിക്കളിക്കാൻ. അപ്പോൾ അത് മത്സരങ്ങൾ കളിക്കുന്നവരുണ്ട്, അല്ലാതെ ഈ ഷോ കളി എന്ന് പറയുന്നുണ്ട്. അവർ മത്സരങ്ങൾ ഉണ്ടാവില്ല, ഇത് നമ്മൾ ഫുള്ളും മത്സരങ്ങളാണ്. ഒരു ടീമിന് 15 മിനിറ്റ് ഉള്ളൂ ഒരു സമയം. ഏകദേശം നമുക്ക് ഇവിടെ വരുന്നത് ഒരു 25 ടീമിന് മേലെ ടീമുകൾ വരുന്നുണ്ട്. ഏകദേശം 30 ടീം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തായാലും 25 ടീമുകൾ വരും. അത് കോഴിക്കോട്, വയനാട്, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ടീമുകൾ വരുന്ന പ്രോഗ്രാമാണ് നമ്മുടെ നാളത്തെ കൈകൊട്ടിക്കളി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം 10 മണി 10ഓടുകൂടി നമ്മുടെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് അവർക്ക് ഫുൾ മത്സരമാണ്, ജഡ്ജ്മെൻറ്റുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഈ കൈകൊട്ടിക്കളി മേഖലയിൽ ഒരുപാട് വേദികൾ പങ്കിട്ട് ഒരുപാട് ട്രോഫികൾ നേടിയ പ്രഗത്ഭരായ ടീമുകൾ നമ്മുടെ ഇവിടുത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറൂര് ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ടീമുകൾ വരണം. പിന്നെ നമ്മുടെ ഞായറാഴ്ചത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വനിതാ ഓണംകളി മത്സരം. അതും ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പേരുകെട്ട ടീമുകളാണ്. മൈഥിലി, കുറ്റിച്ചിറയുടെ നാടാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് മൈഥിലി കഴിഞ്ഞ ഒരുപാട് ടീമുകളുണ്ട്. ഇപ്പോൾ വനിതായിട്ട് വൈദേഹി, മുരുകസേന, അങ്ങനെ കാവിലമ്മ, അങ്ങനെ ഒരുപാട് ടീമുകൾ നമ്മുടെ ഈ ചാലക്കുടി, തൃശ്ശൂർ ലൊക്കാലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ടീമുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തുന്നത് വൈദേഹി, കുറ്റിച്ചിറ, കാവിലമ്മ, പൂലാനി, മുരുകസേന, പടിയൂര്, ഈ 3 ടീമുകളാണ് നമ്മുടെ ഇവിടെ മത്സരത്തിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി വരുന്നത് തന്നെ. അതും പ്രഗത്ഭരായ ടീമുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ മുരുകസേന 4 ടീമിൻ്റെ മത്സരമായിരുന്നു. അതിൽ മുരുകസേന അത് കഴിഞ്ഞ വർഷം ഫസ്റ്റ് അടിച്ച് പോയത്. അവർ തന്നെ വീണ്ടും 2ാമത്തെ വർഷം നമ്മുടെ ഈ വേദിയിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പന്തലൊക്കെ ഉണ്ട്. ഇത്രയ്ക്കും പന്തലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കോട്ടിടാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇന്ന് രാത്രി കൊണ്ട് ചെയ്ത് നാളെ ഒരു 3 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഈ ജനത്തിന്റെ വലിയൊരു ഒഴുക്കായിരിക്കും എല്ലാ പ്രാവശ്യം നമുക്ക് നല്ല തിരക്കുണ്ടാവുന്നുണ്ട്. ഏകദേശം നമ്മൾ ഈ റൗണ്ട് നമുക്ക് കൈകൊട്ടിക്കളി ടീമുകൾ തന്നെ ഏകദേശം ഒരു 600 പേരടുത്ത് ടീമുകൾ ഉണ്ടാവും. പിന്നെ ഏകദേശം നാട്ടുകാർ നമ്മുടെ അങ്ങനെ ഒരു നല്ലൊരു തിരക്കുണ്ടാവും എന്തായാലും. പിന്നെ നമുക്ക് സ്ഥലപരിമിതി കുറവാണ്. നമ്മളൊരു റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആയാലും നമുക്ക് എല്ലാവരും സഹകരണം ഉണ്ട്. പഞ്ചായത്ത് ഇറിഗേഷൻ ആയാലും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രോഗ്രാം നടത്തുന്നത്. അതുപോലെ നമ്മുടെ വെള്ളിക്കുള സ്റ്റേഷനിലായാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് അവരൊക്കെ തന്നെ. നമ്മൾ 3ാമത്തെ വർഷം നല്ല ഗംഭീരമായിട്ടുള്ള പന്തലൊക്കെ ഇട്ട് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരാം. ശനിയാഴ്ച അവിട്ട നാളിൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 3 മണിക്ക് കൈകൊട്ടിക്കളി 25 ടീമിൽ മേലെ ടീമുകൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഞായറാഴ്ച ചതയ നാളിൽ 3 ടീമുകളുടെ ഓണംകളി മത്സരം ഉണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ 600 പേര് ഈ മത്സരിക്കാൻ വേണ്ടി തന്നെ വരും. 600 പേര്. അപ്പോൾ 25 ടീം, 30 ടീം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 25 ടീമാണ് കൈകൊട്ടിക്കളി മത്സരത്തിന് എന്തായാലും എത്തുന്നതാണ് ഉറപ്പുണ്ട്. അവരുടെ 600 പേര് തന്നെ ഉണ്ടാവും. പിന്നെ കാഴ്ചക്കാർ, അങ്ങനെ ഒരു അജഗജാന്തരം, ഒരു അടിപ്പൻ കൈകൊട്ടിക്കളി കലാവിരുന്നിൻ്റെ ഒരു ലോകകപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ജനപ്രവാഹമായിരിക്കും. ഞാൻ എല്ലാ ചാലക്കുടിക്കാരെയും ഇങ്ങോട്ട് വിളിക്കണം. കാരണം തീർച്ചയായിട്ടും കൈകൊട്ടിക്കളി മത്സരം കണ്ട് ആസ്വദിക്കണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ജനകീയ കലാവിരുന്നാണ്. അതോടൊപ്പം തന്നെ ഞായറാഴ്ച ഓണംകളി മത്സരം
അപ്പോൾ ഏകദേശം ഈ കിഴക്കേ കുറ്റിച്ചിറ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം ആവേശത്തിമിർപ്പിന്റെ ആഹ്ലാദത്തിന്റെ ഒത്തുചേരലിന്റെ ഏറ്റവും വലിയൊരു ഇടമായിട്ട് മാറുകയാണ്. ഇങ്ങനെയുള്ള ഇടങ്ങൾ ഒരുക്കുന്ന ഇത്തരത്തിലുള്ള പുരുഷ സംഘങ്ങൾ, ഈ ലക്ഷ്യ പുരുഷ സഹായ സംഘം എന്ന് പറഞ്ഞാൽ അവരൊരു കൂട്ടായ്മയായിരിക്കാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒത്തൊരുമകളും ഈ കൂട്ടായ്മയും ഐക്യവും ഒക്കെ തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് പഴയ ആ ഗ്രാമീണതയുടെ വിശുദ്ധി നിലനിർത്തുന്ന ലക്ഷ്യക്ക് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കട്ടെ. അവരുടെ ലക്ഷ്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കാനും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഈസ്റ്റ് കുറ്റിച്ചിറയുടെ ഈ ധന്യ മുഹൂർത്തം നടക്കുന്ന ഈ മണ്ണിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 25 ടീമിന്റെ കൈക്കൊട്ടിക്കളി മത്സരം, അതിനുശേഷം ഞായറാഴ്ച 3 യമണ്ടൻ വനിതാ ടീമുകളുടെ ഓണക്കളി മത്സരം. നന്ദി, നമസ്കാരം.